അയ്യോ ഇതല്ല ഞാൻ സ്വപ്നം കണ്ട വൃന്ദാവൻ. എൻ്റെ സങ്കല്പത്തിലെ വൃന്ദാവനും ഇതല്ല. ഓവർനൈറ്റ് ട്രെയിനിൽ വന്നിറങ്ങി പിറ്റേന്ന് കാലത്തെ വെളിച്ചത്തിൽ വൃന്ദാവൻ കണ്ട എൻ്റെ സ്വന്തം മാതാശ്രീ പറഞ്ഞ ഡയലോഗാണിത്. ആട്ടെ, നമ്മുടെ സങ്കല്പത്തിലെ വൃന്ദാവൻ എന്തായിരുന്നു എന്നല്ലേ? നല്ല പച്ചപ്പും ഹരിതാപയും ഒഴുകുന്ന പുഴയും വിശാലമായ പാടവും മെയ്യുന്ന പശുക്കളും ധാവണിയിട്ട നല്ല സുന്ദരിമാരൊക്കെ ആയിരുന്നു മനസ്സിൽ. പക്ഷെ വന്ന് കണ്ട വൃന്ദാവൻ ഇതൊന്നും ആയിരുന്നില്ല. പച്ചപ്പിന് പകരം നല്ല പാൻ മസാല ചവച്ചു തൂപ്പിയ ചുമരുകളും ഗൂഗിൾ മാപ്പ് തോൽക്കുന്ന ഇടുങ്ങിയ വഴികളും ദൈവം ഇപ്പം ഇറങ്ങി ഓടും ഞാൻ അതിനു മുന്നേ ഓടിപ്പോയി കാര്യം പറയട്ടെ എന്ന പോലത്തെ ക്ഷമയില്ലാത്ത ആൾക്കാരും. ഈ ഭക്തി സീരിയലിലും സിനിമയിലൊക്കെ വരുന്ന വൃന്ദാവൻ കണ്ടിട്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ്റെ മുന്നിലെത്തിയപ്പോൾ അടുത്ത സംശയം, ഈ പൂജാരിമാരൊക്കെ എന്താ സ്വെറ്ററും തൊപ്പിയും സോക്സൊക്കെ ഇട്ടിട്ട് ഇവർ കുളിച്ചിട്ട് തന്നെയാണോ പൂജയ്ക്കൊക്കെ ഇരിക്കണേ? കണ്ടിട്ടൊരു വൃത്തിയൊന്നും തോന്നുന്നില്ലല്ലോ. ഇതാണ് നോർത്ത് ഇന്ത്യൻ പണ്ഡിറ്റുകൾ, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടുത്തെ രീതി ഇങ്ങനെയാണെന്നൊക്കെ ആൾക്ക് മനസ്സിലായി തുടങ്ങിയത് പിന്നെയാണ്. ഇതിലും വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. സങ്കടമല്ല, നിരാശ. എല്ലാ മലയാള മാസത്തിലും ഗുരുവായൂർ പോകുന്ന ശീലം എൻ്റെ അമ്മയ്ക്കുണ്ട്. അതൊരു 2 വർഷമായിട്ടുള്ള പതിവാണ്. ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ കാണുന്ന സംതൃപ്തി ഭഗവാൻ വളർന്ന വൃന്ദാവനത്തിലെത്തിയപ്പോൾ കിട്ടിയില്ല അത്രേ. പിന്നെ കുറച്ചെങ്കിലും വൃന്ദാവൻ മധുര യാത്ര സന്തോഷമായി തോന്നിയത് എപ്പോഴാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും വൃന്ദാവനത്തിലെത്തിയ ഭഗവാന്റെ മനസ്സിലെത്തിയെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം.